എന്താണ് കർമ്മം, എന്താണ് അകർമ്മം? ഇത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എത്ര ബുദ്ധിയുള്ളവരെ ഒന്ന് പേടിപ്പിച്ചാൽ. ആ കർമ്മത്തെ പറ്റിയാണ് ഞാൻ നിന്നോട് പറഞ്ഞു തരാൻ പോകുന്നത് അർജുന. ഇത് അർജുനന്മാരായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്. ഭഗവാൻ എത്ര ഭംഗിയായിട്ടാണ് ഇത് നമ്മുടെ മുന്നിൽ പറയുന്നത് എന്ന് നോക്കണം. ഭഗവാൻ പറയാണ്, കൃഷ്ണനെ കുറിച്ചുള്ള അമൂർത്തമായ ചിന്തയിൽ കർമ്മം ചെയ്യേണ്ടത് വിശ്വാസ്യരായ മുൻകാലത്തെ ഭക്തരെ മാതൃകയാക്കിക്കൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചിരുന്നു. എന്തുകൊണ്ട് സ്വാഭിഷ്ടം പോലെ ചെയ്തുകൂടാ എന്നതിനെ പറ്റി നമ്മൾ ശരിക്കും അറിയേണ്ടതല്ലേ. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ. ഭക്തരെ മാതൃകയാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും പറയുമ്പോ അതല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തുകൂടെ എന്നുകൂടി ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ മുൻപ് ഈ പഠനത്തിൽ 3-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഗുരുപരമ്പരയിൽപ്പെട്ട ആധികാരിക പുരുഷന്മാരുടെ നേതൃത്വത്തിന്റെ കീഴിലായിരിക്കണം. ആദ്യമായി സൂര്യദേവനും പിന്നീട് അദ്ദേഹം സ്വപുത്രനായ മനുവിനും മനുവിനാൽ പുത്രൻ ഇക്ഷ്വാകുവിനും ഉപദേശിക്കപ്പെട്ടതാണല്ലോ ഈ രീതി. അപ്പോ അത്രയും പുരാതന കാലം മുതൽക്കേ ഭൂമിയിൽ നിലനിന്നു പോരുന്നു ഈ സംസ്കാരം. ഏതാ സംസ്കാരം? ഗുരുപരമ്പര എന്ന സംസ്കാരം. നമുക്കറിയാൻ പറ്റും, ഗുരുപരമ്പര ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒരു രാജ്യത്തിനും ഒരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത പ്രത്യേകതയാണ് ഹിന്ദുസ്ഥാന്റെ പ്രത്യേകത. എന്താ അത്? ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഗുരുവായി സ്വീകരിക്കാൻ തയ്യാറുള്ളവരാ നമ്മൾ. ചാർവാകനെ വരെ ഋഷിപരമ്പരയിൽ ഉൾപ്പെടുത്തിയവരാണ് നമ്മൾ. ഇത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ഈ ഗുരുപരമ്പരയുടെ മൂല്യം നമുക്ക് മനസ്സിലാവും. ഭയങ്കരമാണ് ഒരു ഗുരുവിന്റെ കീഴിലുള്ള അഭ്യാസം. ആ അഭ്യാസനത്തിലൂടെയുള്ള മുന്നോട്ടുള്ള പോക്ക് ഇതൊരു ശിഷ്യനെ അല്ലെങ്കിൽ കേൾക്കുന്നവനെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കും. നമ്മുടെ ഈ ശിഷ്യ പരമ്പരകളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് നമ്മൾ ഗുരുവിന് കൊടുക്കുന്നത്. സത്യത്തിൽ ഈശ്വരനേക്കാൾ മുകളിൽ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ അതിന്റെ കാരണം? ഈശ്വരനെ കുറിച്ച് പോലും നമ്മളിൽ അവബോധം ഉണ്ടാക്കുന്നത് ഗുരു ആയതുകൊണ്ട് അല്ലെ. ഈശ്വരൻ ആര് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവായതുകൊണ്ടാണ് ഈശ്വരനേക്കാൾ മുകളിൽ നമ്മൾ ഗുരുവിന് സ്ഥാനം കൊടുക്കുന്നത്. ഒരക്ഷരമെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുവെങ്കിൽ ആ മാന്യ വ്യക്തിയെ ബഹുമാനിക്കാനും ആരാധിക്കാനും കഴിയുന്നിടത്താണ് ഭാരതീയതയുടെ, ഹൈന്ദവതയുടെ, ഹിന്ദുസ്ഥാനത്തിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞ മാത്രമേ ചെയ്യാവൂ, മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യരുത്. വിഗ്രഹാരാധകരായിട്ടുള്ള ആളുകൾ കാഫ്രീങ്ങളാണ്, അവരിങ്ങോട്ട് വരില്ലെങ്കിൽ അവരെ കൊന്നേക്ക് എന്ന് പറയുന്ന വികലമായ നികൃഷ്ടമായ ഗ്രന്ഥങ്ങളുടെ കീഴിലല്ല നമ്മൾ. മറിച്ച് സനാതന ധർമ്മമൂല്യമായ സാംസ്കാരിക തന്മയത്വത്തിന്റെ പിറകിലാണ് നമ്മൾ ചിന്തിക്കണം. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നിന്റെ അയൽക്കാരന് ഭക്ഷണം കൊടുക്കൂ എന്ന് പറഞ്ഞ സേവന സംസ്കാരത്തിന്റെ ദാതാക്കളാണ് ഹൈന്ദവ ധർമ്മം. ആരെയും വെറുപ്പിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും പെരുമാറുന്ന, ചിന്തിക്കുന്ന ഒരു ജനത. ആരെല്ലാം അടിമകളാക്കി നോക്കൂ. നമ്മുടെ സ്നേഹവും സമവായവും എല്ലാം കാരണം ഹൈന്ദവത എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ധാര ഇല്ലായിരുന്നെങ്കിൽ ഭാരതത്തിൽ മതേതരത്വം നിലനിൽക്കില്ല. എന്താ കാരണം എന്നറിയൂ? നമ്മുടെ ഗുരുപരമ്പരയുടെ പ്രത്യേകതയാണ്.
ഇത് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകള് നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് അത് എന്നാണ്. അപ്പോ ഭഗവത് പ്രോക്തമായിരിക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള ഒരു വലിയ വേലിയേറ്റമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവാണ് എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നൊക്കെ പറഞ്ഞു തരാൻ പോവാ. 17ാമത്തെ ശ്ലോകം മുതൽ നിനക്കത് കേൾക്കാം. ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നതല്ല മനുഷ്യത്വം, മറിച്ച് ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കണം. ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, മനു കുമാരൻ, മനുകുമാരന്മാര്, കപിലൻ, പ്രഹ്ലാദൻ, ഭീഷ്മർ, ഇങ്ങനെ വലിയൊരു പരമ്പരയുടെ കീഴിലാണ് നമ്മളുണ്ട്. ഇതെല്ലാം ഗുരുപരമ്പരയാണ്. ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന തരത്തിൽ എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ കർമ്മം എന്താണ്, അകർമ്മം എന്താണ് നമ്മൾ പഠിക്കണം, നമ്മൾ ചിന്തിക്കണം. അത് മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഭഗവാൻ നാളെ മുതൽ എന്താണ് കർമ്മം അകർമ്മം പറയാൻ തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. നാളെ കാണാം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. പതിനാറാമത്തെ ശ്ലോകം ആണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. കിം കർമ്മ, കർമ്മം എന്താണ്? കിം അകർമ്മ, അകർമ്മം എന്താണ്? ഇതി എന്ന്, അത്ര ഇക്കാര്യത്തിൽ, കവയഃ അപിഹി വിവേകികളും, മോഹിതാഹ മോഹിതരാണ്, യത് യാതൊന്ന്, ജ്ഞാത്വ അറിഞ്ഞിട്ട്, അശുഭാത് അമംഗളത്തിൽ നിന്ന്, മോക്ഷ്യസേ നീ മോചിതനാകും, തത് കർമ്മഃ ആ കർമ്മത്തെ, തേ നിനക്കായിക്കൊണ്ട്, പ്രവക്ഷ്യാമി പറഞ്ഞു തരാം. അപ്പോ എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നുള്ളത് ഞാൻ നിനക്ക് ഇപ്പൊ പറഞ്ഞു തരാം അർജുന. നമ്മളെപ്പോലുള്ള അർജുനന്മാർക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും ഭംഗിയായിട്ട് ഈ ശ്ലോകം ചൊല്ലി പഠിക്കുക. ഞാൻ അടുത്തതിന്റെ 2 ക്ലിപ്പുകളിലായിട്ട് ഇതിന്റെ ഗീതാമാധുര്യം എന്താണ്, ഈ ശ്ലോകം എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് ഞാൻ പറയാം. ഈ 16ാമത്തെ ശ്ലോകം നന്നായിട്ട് എല്ലാവരും ചൊല്ലി പഠിക്കുക.